ഈ ലഡു കണ്ടിട്ടുണ്ടോ ഇല്ല, കഴിച്ചിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി. ഇതിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പണ്ടം വെല്ലെല്ലാം ഇട്ട് ഒന്ന് പൊണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ലവക സീഡ്സ് എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ സീഡ്സ് എല്ലാം ഉണ്ട് മിക്സ് ആക്കിയിട്ട്. പിന്നെ കറുത്തള്ള്, കറുത്ത കിസ്മിസ്, പിന്നെ അരി, നമ്മൾ ചോറ്റിൻ്റെ അരി, പിന്നെ ഗോന്ത് പറഞ്ഞൊരു സാധനം കിട്ടുന്നത് ലഡ്ഡുക്കൽ നല്ലത്, അത്, പിന്നെ കസ്കസ്, കിസ്മിസ്, വൈറ്റ് കിസ്മിസ്, പിന്നെ മെത്ത, പിന്നെ അയമോ, വെളുത്തുള്ളി. അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ നെയ്യിൽ ഗോന്തിനിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഗോന്ത് നല്ല സോഫ്റ്റായിട്ട് വരും, നല്ല പൊന്തിയിട്ട്. കുറച്ച് നേരം സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. ഈ ലഡ്ഡു നിങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ല ഹെൽത്തി നോക്കും, നല്ല ഉണ്ട്. അപ്പോൾ ഇത് കണ്ട അതിൻ്റെ ഗോന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെക്കുന്നത്. അതിനുശേഷം മെത്ത, പിന്നെ അയമം അത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. മെത്ത അയമം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അതെൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമില്ല അതിൻ്റെ സ്മെല്ല്. അതുകൊണ്ട് കുറച്ച് അധികം എടുത്തതും സാരമില്ല, നോ പ്രോബ്ലം, നല്ലത് തന്നെ തടിക്കും. അതിനുശേഷം അരി വറുത്തൊന്നെടുക്കണം. അരിനെ ഒന്നും കൂടി വറുത്തെടുത്ത് അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിലിട്ടിട്ട് അതും വറുത്ത് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് അതിനെടുത്ത്, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സപ്പോർട്ടിൽ തന്നെയല്ലേ ഉണ്ടത്. അതിനുശേഷം നെയ്യ് അധികം എല്ലാ സീഡ്സ് വകയും അതിട്ട് അതൊന്ന് വറുത്തെടുക്കണം നല്ലോണം. അപ്പം അതും ഫ്രൈ ആയി. അതിനുശേഷം കസ്കസ് ഇടണം. വെളുത്തുള്ളും കറുത്തുള്ളും മിക്സ് ആക്കണം. ലാസ്റ്റ് കസ്കസ് ഇട്ട് ഇത് കുറച്ച് ഫ്രൈ ആയി വരുമ്പോൾ കസ്കസ് ഉണ്ടല്ലോ, കസ്കസ് ഓൺലൈനിൽ കിട്ടുന്നു, നമ്മൾ ഓർഡർ കൊടുത്താൽ നല്ല നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ കുറേ ഷോപ്പിൽ തേടി, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും ഇട്ട് നിങ്ങൾ സോജി വിചാരിച്ചിട്ടുണ്ട്, അത് കസ്കസാവാ, ലഡ്ഡുക്കെല്ലാം യൂസ് ആക്കുന്ന ഇതാണത്. അപ്പോൾ അതൊന്നും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഈത്തപ്പഴമുണ്ട് അതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ സോഫ്റ്റ് ഈത്തപ്പഴങ്ക് നോ പ്രോബ്ലം, സോഫ്റ്റ് ഇല്ലെങ്കിൽ അതിനൊന്ന് ഗ്രൈൻഡറിലൊന്ന് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് എടുക്കണം. ഇത് കുറച്ച് ഹാർഡ് പോലെ ഉണ്ടായി ഫ്രൈ ആക്കിയ. അതിനുശേഷം ഞാൻ മിക്സറിലൊന്ന് ഇതാക്കിയിട്ട് എടുത്ത്, പിന്നെ കിസ്മിസ് ഉണ്ട് അതിനും കുറച്ച് മാറ്റിയെടുത്ത് നെയ്യിലൊന്ന് കുറച്ച് വറുത്തിട്ട് ലാസ്റ്റ് വറുത്തിട്ട് അതിനെടുത്തെല്ലാം ഒന്ന് മിക്സ്. അരിയും പിന്നെ നമ്മൾ എന്ത് പറയുന്ന അയമവും മെത്തൈനും ഒന്ന് ഗ്രൈൻഡറിൽ ഞാൻ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഗോന്ത് വേറെ എല്ലാം അതുപോലെ തന്നെ ഇട്ടത്. അപ്പോൾ എല്ലാം കണ്ട എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് നല്ല ഉണ്ട്, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ മധുരമില്ല, ഹെൽത്തി വെക്കും, നല്ല ഉണ്ട്. ഈ ലഡ്ഡു പുരലെല്ലാം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കഴിക്കണം, കുട്ടികൾക്കും കൊടുക്കണം, നല്ലതാണ്. ഈ തണുപ്പിൽ കൊടുക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കമൻറ്റ് അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു.